നിനക്ക് അവനെ കാണാൻ പറ്റും, അവനോട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നിനക്ക് അവനെ തൊടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരാളില്ല. ഗുഡ് മോർണിംഗ്. ഷാന വന്നിട്ട് കുറേ നേരമായോ? ഇല്ല ഡോക്ടർ. സിറ്റ് സിറ്റ്. ഈ ബുക്ക് മൊത്തം വായിച്ചാണോ? യെസ് ഡോക്ടർ. ക്ലാരയെ മറന്നുപോയ ജയകൃഷ്ണൻ. എന്തോ ഒരു മരവ് പോന്നു ഇത് വായിക്കുമ്പോൾ. തൂവാനത്തുമ്പികൾ സിനിമ കണ്ടിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നുള്ളൂ. കഥാപശ്ചാത്തലം മൊത്തം വ്യത്യാസമല്ലേ? അതെ, എന്നാലും ക്ലാരയെ മറക്കാന്ന് പറയുമ്പോൾ പറ്റുന്നില്ല, എന്തോ പോലെ. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണോ ഡോക്ടർ? ഓവർ തിങ്ക് ചെയ്യാതെ. സിനിമയും ബുക്കും തമ്മിൽ വ്യത്യാസമില്ലേ? അതുപോലെ തന്നെ ജീവിതവും വ്യത്യാസം ഉണ്ടാവും. നൈസ് ടു മീറ്റ് യു ഡോക്ടർ. ഇറ്റ്സ് ഗ്രേറ്റ് ടു മീറ്റ് യു ടു. ആക്ച്വലി ഞാൻ ബുക്കിന് വേണ്ടിയിട്ടാണ് കൈ നീട്ടിയത്. സോറി ഡോക്ടർ. ഇറ്റ്സ് എ സ്പെഷ്യൽ വൺ. ഒരു അടുത്ത ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഷെയറിങ് മൈ തിങ്സ് വിത്ത് എനിവൺ. ഷാഹിന നൗഫിയോട് 1-2 തവണ വീട്ടിൽ വന്നിട്ടുണ്ടല്ലേ? അതെ ഡോക്ടർ, ഞങ്ങൾ ഒന്നിച്ചാ പേ ചെയ്ത്. നൗഫി പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെ പറ്റി. നല്ല കാര്യം. ഷാഹിന, തനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. ഡോക്ടർ, അടുത്ത മാസം എൻ്റെ അലീക്കയുടെയും കല്യാണമാണ്. അതും 4 വർഷം പ്രേമിച്ച് ബുദ്ധിമുട്ടി വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച കല്യാണം. കുറച്ച് ദിവസം മുന്നേ അലീക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചത്. വൈകിട്ട് പിന്നെയും വിളിച്ചിട്ട് പറയുന്നു DID എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നോ എന്തൊക്കെയോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഷാഹിന, തൻ്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അലിയുടെ റൂമിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ തന്നെ വിളിച്ച് സംസാരിച്ചത്, സ്നേഹത്തോടെ സംസാരിച്ചത് അത് അലി തന്നെയാണ്. പക്ഷേ രണ്ടാമത് വിളിച്ച് ഇതൊക്കെ പറഞ്ഞത് അലിയല്ല, അമറാണ്. അമറോ? എന്തിന്? അറിയില്ല. അമർ ഷാഹിനെ വിളിച്ചു. അവളിപ്പോൾ എൻ്റെ ഓഫീസിലുണ്ട്. ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തിന്? നിന്നെ ഇപ്പം ഞാൻ അവളുടെ മുന്നിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ ആയിരിക്കില്ല, നിനക്ക് ഒരു അമറായിരിക്കും ചിലപ്പോൾ അവളോട് സംസാരിക്കുക. അത് വേണോ? അടുത്ത മാസം ഞങ്ങളുടെ കല്യാണമാണ് ഡോക്ടർ. അലി, നീ ഇവിടെ വന്നിട്ട് 24 ദിവസമായി. നീ ആദ്യമായിട്ട് വന്ന സമയത്ത് നീ ഇടുന്ന ഡ്രസ്സ്, ഈ സ്ഥലം എല്ലാം നീ ഹാലുസിനേറ്റ് ചെയ്യുമായിരുന്നു. നീ വേറെന്തോ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നിൻ്റെ ഹാലുസിനേഷൻ എനിക്ക് ചികിത്സിച്ചൊരു പരിധിവരെയൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിൻ്റെ ഈ DID എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ അതിനെ എനിക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ലല്ലേ. അതിനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നീ അത് സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാൽ ഞാനിരിക്കുന്നത്. അലി, നിനക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നിനക്കിതിൽ നിന്ന് പുറത്തു വരണ്ടേ? വരണ വെക്കാം. ഷാഹിനി ഇന്നോടെ വന്ന സ്ഥിതിക്ക് എനിക്കിത് ഇന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, അവിടെ തൊട്ടൊന്ന് പോകും. എനിക്ക് കുറച്ച് ടൈം താ, ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഇത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തോളാം. ഗുഡ്, ടേക്ക് യുവർ ടൈം. ഞാൻ ഓഫീസിലുണ്ടാവും നിൻ്റെ കോൾ പ്രതീക്ഷിച്ച്. പിന്നെ നിനക്കറിയാലോ, നീ ഇത് സോർട്ട് ഔട്ട് ചെയ്യാതെ എനിക്ക് ഇന്നെ ഷാഹിനയുടെ മുന്നിൽ പോലും കൊണ്ടുവരുത്താൻ പറ്റില്ല. വൈ ഡോക്ടർ? അമർ എന്നോട് സംസാരിക്കുന്നുള്ളതുകൊണ്ടാണോ? അല്ല. പിന്നെ? ഹി ഈസ് വെരി ഡേഞ്ചറസ്. ആര്? അമറോ? ഷാന, നീ വിചാരിക്കുന്ന പോലെ അലി അമർ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്. അലിക്ക് വേണ്ടി അമറിനെ കൊല്ലാനുണ്ടായ ഒരുത്തൻ.
ആസാദ്, ഷാഹിന, നിനക്ക് കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അലി അയാൾ വളരെ സാധാരണ ഒരു മനുഷ്യനാണ്. ഈ സൊസൈറ്റി ആവശ്യമുള്ളതിലും കൂടുതലായി പേടി ജീവിക്കുന്ന ഒരാൾ. ഒരു ദിവസം അലി സ്വന്തമായി അയാളെപ്പറ്റി ഒരു കാര്യം മനസ്സിലാക്കുന്നു. അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിവേ, ഈ സൊസൈറ്റി പേടിച്ച് ജീവിക്കുന്ന അലിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല അത്. അലി എല്ലാം കൊണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ആ മാനസികാവസ്ഥയാണ് അമറിനെ സൃഷ്ടിച്ചത്. അമർ തൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എല്ലാം വളരെ സ്വകാര്യമായ കാര്യമാണെന്നും സൊസൈറ്റിക്ക് അത് യാതൊരു റോളും ഇല്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അലിക്കുണ്ടായ പേഴ്സണലായ കാര്യം അലിയെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ് അമർ. കഴിഞ്ഞ 24 ദിവസങ്ങളായി ഞാനിത് കാണുന്നുണ്ട്. അലി എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ശക്തമായി എതിർക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ എതിർപ്പ്, അതാണവൻ, ആസാദ്. ഈ സൊസൈറ്റിയും നിയമത്തെ ഒക്കെ പേടിയുള്ള അലിയുടെ ആ പേടികളൊന്നുമില്ലാത്തൊരു വെർഷൻ. അമർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ദേഷ്യം വന്ന അലിക്ക് അമറിനെ കൊല്ലാൻ തോന്നുന്നു. എന്നാൽ അലിക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. സോ അതിനുവേണ്ടി നിയമത്തിനെയോ മറ്റൊന്നിനെയോ പേടിയില്ലാത്ത അവനുണ്ടായി. അലിക്ക് വേണ്ടി അമറിനെ കൊന്നതും അവനാണ്. ശേഷം അത് ചെയ്തത് അലി തന്നെയാണെന്ന് അലിയെ വിശ്വസിപ്പിച്ചിട്ട് അലിക്ക് മുന്നിൽ മറഞ്ഞിരുന്ന ആസാദ്. ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ആക്ച്വലി ആകെയുള്ള ആശ്വാസം ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് 3 പേർക്കും അറിയാവുന്നത് മാത്രമാണ്. ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. ഇനി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. എനിക്കെൻ്റെ ജീവിതം ജീവിക്കണം. എൻ്റെ ജീവിതമോ? ഏതെൻ്റെ ജീവിതം? മിണ്ടിപ്പോരുത്. നീ ഒരുത്തനെ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. നീ എന്തുണ്ടാക്കാനാ അവളെ വിളിക്കാൻ പോയത്? ഞാൻ അവളെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇവൻ ഗേ എന്നുള്ള കാര്യം ഇതുവരെ ഞാൻ അവളെ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അതും അവളെ പറയണ്ട. ഇവന്റെ പേടി കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതവള് പറയുന്നേ. നീ എൻ്റെ ജീവിതം വെച്ച് കളിക്കുന്ന കളി ഇന്നത്തോടെ നിർത്തിക്കോ. നിന്റെ ജീവിതവും അമറും ആസാദൊക്കെ നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിന്റെ മാത്രം കാര്യമല്ല, അവളെ കൂടെ ബാധിക്കുന്ന കാര്യം. അത് നീ മറക്കരുത്. അതിന് അവളിതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? എനിക്കറിയാം ഡോക്ടർ, അലീസ് ഗേ. ആൻഡ് ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? അലി ഒരു ഗേ ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിനക്ക് എങ്ങനെ അവനെ സ്നേഹിക്കാൻ കഴിയുന്നു? ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് സെക്സ്. നിന്നെ ഒരു പങ്കാളിയായിട്ട് കാണാൻ പോലും അവനെ കൊണ്ട് പറ്റില്ല. നിനക്കിതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അല്ല, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? കാരണം അലി ഇതൊരിക്കലും പറയില്ല. അമർ പറഞ്ഞോ? ഞാൻ അലിയുടെ ലവറാണ് ഡോക്ടർ. ആരെങ്കിലും പറഞ്ഞു വേണോ ഞാനിതറിയാൻ? പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനിത് സമ്മതിപ്പിച്ചത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഡോക്ടറിനോട് നൗഫി പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഓർത്തഡോക്സ് ആയൊരു ഫാമിലിയാണ് എൻ്റെ. ഇനി എങ്ങനെയാണ് ഡോക്ടർ ഞാനിത് വേണ്ടാന്ന് പറയുന്നത്? എൻ്റെ മുന്നിലൊരു വഴിയില്ല. ഈ കല്യാണം നടന്നേ പറ്റൂ. ആർ യു സീരിയസ്? ലൈഫ് വെച്ചിട്ടാണോ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? ഞാൻ തൻ്റെ വീട്ടുകാരോട് സംസാരിക്കാം. നോ ഡോക്ടർ, അവരിതൊന്നും അറിയരുത്. ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായത്. അവനെ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം ഞാനാ. സോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, എന്നുവെച്ച് അലിയെ പോലും. എന്ത് സംഭവിച്ചിട്ടെന്നാണോ? ലൈഫിനെ താൻ ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത്? നോ ഡോക്ടർ, എനിക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അലിക്ക് മാത്രമേ അത് പറ്റൂ. ഈ DIDയുടെ പേര് പറഞ്ഞെങ്കിലും ഈ കല്യാണം വേണ്ടാന്ന് പറയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. അലിയുടെ റൂമിൽ നിന്ന് എന്തോ പ്രോബ്ലം, ഞാനിപ്പോൾ വരാം. നീ വെറുതെ ഒച്ചയെടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ള ഉറക്കെ തന്നെ പറയും. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അലി, ഇവനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ തീർത്താൽ മാത്രമേ എനിക്ക് സമാനം കിട്ടത്തുള്ളൂ. നീ എന്തെന്നെ പേടിപ്പിക്കാൻ നോക്കണം? അല്ല, നിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഇവൻ പറയട്ടെ. ഇവനത് പറയത്തില്ല. ഇവൻ കുറേ നാളോടെ എന്നെ പേടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അലിയല്ല സർ, നിനക്ക് എന്നെ പറ്റി ആകെ അറിയാവുന്ന കാര്യം എൻ്റെ കൈ കിടന്നാ നീ ചത്തത്. അതല്ല, എന്നെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അറിയാം, അത് കഴിഞ്ഞു അറിയാം. ഇവിടെ 4-ാമത്തെ ദിവസം
ഞാൻ കണ്ടാ തന്നെ. ഇവൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മൃഗം. ഇവൻ്റെ ഉള്ളിൽ നിന്ന് നീ പുറത്തു വന്നത് ഇവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടാ തന്നെ. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൊന്നുകളയാൻ തന്നെ ഏറ്റവും നല്ല പരിഹാരം. ഇത് ഇവൻ്റെ പിന്നിൽ പേടിച്ചൊളിച്ചിരിക്കുന്ന നീയാണോ എന്നെ പഠിപ്പിക്കാൻ തോന്നുന്നത്? അലി ഓക്കെ അല്ലേ? ഇക്ക ഞാൻ വിളിക്കാമെന്നല്ലേ പറഞ്ഞേ, കുറച്ച് ടൈം താ. ഇനി താൻ വിളിക്കാതെ വരുന്ന തൻ്റെ തലയടിച്ച് പൊളിക്കും. താൻ ഒരുത്തനാ ഇവനെ ഇത്രയും വഷളാക്കുന്നത്. ഡോക്ടർ നോക്കൂ. വിളിക്കാം. ഓക്കെ ഓക്കെ. കണ്ടോ, ഒരു ഡോക്ടറോട് പോലും എങ്ങനെ സംസാരിക്കാമെന്ന് അറിയാത്ത ഇവന് നിന്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനം കൊടുക്കേണ്ടതെന്ന് നീ തന്നെ ആലോചിക്കും. അവൻ്റെ കാര്യം അവിടെ ആയിക്കട്ടെ, നീ നിന്റെ കാര്യം പറ. നിനക്കെന്തോന്ന് യോഗ്യതയുള്ളേ? അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്നോട് സംഭവം പറഞ്ഞത്? ഞാൻ വൈറ്റ്, നീ ബ്ലാക്ക്, ഞാൻ ശരി, നീ തെറ്റെന്നൊക്കെ. അന്ന് ആ ഡോക്ടർ എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അതൊരു റേസിസ്റ്റ് കമൻ്റാണ്. ആലോചിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നി. ഞാൻ അപ്പം ആ സെക്കൻഡ് അത് തിരുത്തുകയും ചെയ്തു. ഇനി ഒരിക്കലും അങ്ങനെ പറയത്തില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ യോഗ്യത. നിനക്കോ ഇവനോ ഇല്ലാത്ത എൻ്റെ യോഗ്യത. പറയാൻ നാണമുണ്ട്. ഇവനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതാണോ എൻ്റെ യോഗ്യത? ഞാനൊന്നും ചെയ്തിട്ടല്ല. ഇവനത്ര ഇങ്ങനെ പറ്റിക്കാൻ നോക്കുന്നുണ്ട് ഇവർ ഭ്രാന്ത് പിടിക്കുന്നത്. നീ ഒരൊറ്റ ഒരുത്തനെ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. എടാ, ആദ്യം നീ ഉണ്ടല്ലോ, ഞാൻ നീ തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടെല്ലാം അക്സെപ്റ്റ് ചെയ്യും. നീ ഒരു ഗേ ആണെന്നുള്ള ഉൾപ്പെടെ ഒരു മയിലും അക്സെപ്റ്റ് ചെയ്യാനില്ല. എൻ്റെ ജീവിതം ഞാൻ തീരുമാനിച്ച പോലെ നടക്കും. അടുത്ത മാസം ഞാൻ അവളെ കല്യാണം കഴിക്കും. സുഖമായിട്ട് ഞാൻ ജീവിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല. അറിയാം നീയുള്ളപ്പോൾ നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് നീ ഇനി വേണ്ട. ആസാദ്, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ചെയ്തു തരണം. ഒരിക്കൽ കൂടെ നീ ഇവനെ കൊല്ലണം. പ്രേതമായിട്ട് പോലും ഇവന് വരരുത്. ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ഇത്ര നേരം കാത്തിരുന്നു. എന്താ ഡോക്ടർ, എല്ലാം ഓക്കെ അല്ലേ? ഇന്നുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടോ ഷഹന? അത് ഉറപ്പാ. എന്താ ഡോക്ടർ? ഡോക്ടറിന് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. പ്ലീസ് ഡോക്ടർ പറ ഡോക്ടർ, മറച്ചു വെക്കല്ലേ. ഷഹന, ഞാൻ അവരോട് 3 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അലി ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളാണ്. വേറൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അലിക്കുള്ള ലിമിറ്റേഷൻസ് ആണ് അമറും ആസാദും. അമറിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ് അവനെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നതും അമറാണ്. അതുകൊണ്ടാണ് അമർ നിന്നെ വിളിച്ചത്. പിന്നെയുള്ള ആസാദാണ്. പറ ഡോക്ടർ. അവന് ലിമിറ്റ്സ് ഒന്നുമില്ല. അതാണ് പ്രശ്നം. അവൻ എന്തും ചെയ്യും. എന്നുവെച്ചാ ആരെങ്കിലും കൊല്ലുമെന്നാണോ? നിന്നെ കൊണ്ട് എനിക്ക് ഒരാവശ്യമാണ് പട്ടി. ഇത്രയും നാളെ ഞാൻ നോക്കിയത് എന്നെ കൊണ്ട് ഇതിനെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടോന്ന്. ഇറങ്ങിപ്പോടാ പട്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഞാനാ ശരി, ഞാൻ മാത്രം. അമർ പറഞ്ഞതും ആസാദ് ചെയ്തതും എല്ലാം തെറ്റ്. ഞാൻ ഗെയല്ല, ഒരു സാധാരണ മനുഷ്യൻ. എനിക്കൊരു പ്രശ്നമില്ല. അടുത്ത മാസം എൻ്റെ കല്യാണം. എൻ്റെ ഫോണ്. ആരായിരിക്കും ഡോക്ടർ വിളിക്കാൻ പോകുന്നത്?
അലിക്കായിരിക്കോ? എന്താ ഷൈന, ഈ കല്യാണം മുടങ്ങുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല ഡോക്ടർ. ഇനി ഈ കല്യാണം മുടക്കാൻ പറ്റുന്നത് അമറിന് മാത്രമാണ്. അമറിനെ അലി ആസാദും കൂടി കൊല്ലും, എനിക്കുറപ്പാണ്. ഇനി അലി ആസാദ് എന്തെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ പേടി. അറിയില്ല ഷൈന, എനിക്ക് പക്ഷേ ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യമുണ്ട്. അമറിനെ എങ്ങനെ കൊല്ലാൻ പറ്റും? വെറും ഒരു പേഴ്സണാലിറ്റി എന്നുള്ളതിനെക്കാട്ടിലും ഗേ എന്ന് പറയുന്നൊരു ബയോളജിക്കൽ ഫാക്ടർ അവിടെ ഉണ്ടല്ലോ, അതെങ്ങനെ ഇല്ലാതാവും? അപ്പോൾ അമറിനെ കൊല്ലാൻ പറ്റില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് അമർ എന്നാണ്. നിനക്കെന്നെ കൊല്ലാൻ പറ്റില്ല. എനിക്കറിയാം കൊലപാതകം ഒന്നിനും പരിഹാരമല്ലെന്ന്. ഞാനിപ്പോൾ കൊന്ന എന്നെ തന്നെയാണ്. കാര്യങ്ങൾ പലക്കുള്ള ചിന്തകളെ, എൻ്റെ പേടികളെ. ഈ കാലത്തും ചേർന്ന് ഞാനാണല്ലേ, നീയല്ല. നീയായിട്ട് ജീവിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. അതിലും ഭേദം നിൻ്റെ പേര് നീയായിട്ട് ഞാൻ ജീവിക്കുന്നതാണ്. നീ ചെയ്ത തെറ്റുള്ള ഞാൻ തിരുത്തും. ആദി ഷാഹിന. ഹലോ. ഹലോ ഡോക്ടർ, എനിക്കൊന്ന് ഷാഹിനോട് സംസാരിക്കണം. ഞാനിവിടെ ഉണ്ട്. ഹലോ ഷാഹിന, നമ്മുടെ കല്യാണം നടക്കത്തില്ല. ഞാനൊരു ഗേ ആണ്. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ അവരെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിക്കോളാം. സോറി ഫോർ എവരിത്തിങ്. ഓൾ ദി അലി, ബെസ്റ്റ്. ഡോക്ടർ ആരാ വിളിച്ചത്? അലിക്കാണോ? അമർ, അവനാണ് വിളിച്ചത്. അലി, അമർ, ആസാദ്, ഇവരിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് എനിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അലിയായിരുന്നു എല്ലാവർക്കും ശരി. എന്നാൽ കാലം ഇപ്പോൾ അമറിനൊപ്പമാണ്. അലിയും ആസാദും ശരിയല്ലെന്ന് മാത്രമല്ല, അവർ വലിയ തെറ്റുമാണ്. ഇവരിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയും തെറ്റും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആരും പൂർണ്ണമായും നല്ലവരുമല്ല മോശവുമല്ല. നമ്മളെല്ലാവരും അത് രണ്ടുമാണ്. അലിയും അമറും ആസാദും നമ്മൾ തന്നെയാണ്. ലൈക്ക് ഐ സെഡ് ബിഫോർ, നത്തിങ് ഈസ് വൈറ്റ്, നത്തിങ് ഈസ് ബ്ലാക്ക്, എവറിത്തിങ് ഈസ്